നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് ബസ്സിൽ ഗുണ്ടായിസം, സഹയാത്രികനെ ആക്രമിച്ചു. മറ്റൊരു ബസ്സിലെ ഡ്രൈവറായ യുവാവ് അറസ്റ്റിൽ. പാഞ്ഞു വന്ന കാറിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് വഴിയാത്രക്കാർ. കാറിന്റെ നിയന്ത്രണം വിട്ടത് ഓട്ടോറിക്ഷയിൽ ഇടിച്ച്. സംഭവം കോട്ടയം എരുമേലിയിൽ. പൊന്നാനിയിൽ 15 വയസ്സുകാരായ 3 കുട്ടികളെ കാണാനില്ല. കാണാതായത് ഞായറാഴ്ച മുതൽ പാലക്കാട് ചാലിശ്ശേരിയിൽ നിന്ന് ഗുരുവായൂർ ദർശനത്തിന് പോയ 2 മുതിർന്ന സ്ത്രീകളെയും കാണാനില്ല. തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോയെന്ന് സംശയം. പുനലൂരിലെത്തുന്ന ട്രെയിൻ യാത്രക്കാർ പാമ്പിനെ സൂക്ഷിക്കുക. ഇഴജന്തുക്കളുടെ ശല്യം കൂടിയത് സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം കാടുകയറിയതോടെ. 13 വയസ്സുകാരിക്ക് പാമ്പുകടിയേറ്റത് കഴിഞ്ഞ ദിവസം. കുറ്റിപ്പുറത്ത് കന്നുകാലികളെ കൊന്ന് ഇൻഷുറൻസ് തട്ടുന്ന വിരുദ്ധനെതിരെ നാട്ടുകാർ. കാലികളെ വാങ്ങുന്നത് കുറഞ്ഞ വിലയ്ക്ക്, കൊന്നു തള്ളുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് എടച്ചലത്ത്. പ്രതിഷേധവുമായി ക്ഷീരകർഷകർ. വിശദമായി നോക്കാം. കോഴിക്കോട് സ്വകാര്യ ബസിന്റെ യാത്രക്കാരനിൽ ഗുണ്ടായിസം. ബസിന്റെ പിൻസീറ്റിൽ യാത്ര ചെയ്ത മറ്റൊരു ബസിലെ ഡ്രൈവർ പറമ്പിൽ ബസാർ സ്വദേശി റംഷാദാണ് അടുത്തിരുന്ന യാത്രക്കാരനെ ആക്രമിച്ചത്. റംഷാദ് മറ്റൊരു ബസിലെ ഡ്രൈവറാണ്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോട്ടയം എരുമേലിയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറുന്നതിനിടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട് വഴിയാത്രക്കാർ. ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷമാണ് കാറിന്റെ നിയന്ത്രണം വിട്ടത്. തിങ്കളാഴ്ചയുണ്ടായ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ. കാരയ്ക്കാമണ്ഡപം സ്വദേശി റഫീഖാണ് പിടിയിലായത്. കാറിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നത്. എക്സൈസിനെ കണ്ട് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിടികൂടുകയായിരുന്നു. ഇതിനിടയിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. പിടികൂടിയ പുകയില ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ 6 ലക്ഷം രൂപ വരും. ചിറയിൻകീഴ് അഴൂരിൽ പഴയ കയർ ഫാക്ടറി കോമ്പൌണ്ടിൽ തീപിടുത്തം. ഹരിതകർമ്മസേനാ വീടുകളിൽ നിന്നും ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിനാണ് തീപിടിച്ചത്. ആറ്റിങ്ങൽ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. എസ് അഭിലാഷ് ചേർന്ന വിവരങ്ങളുമായി. അഭിലാഷ്, ദൃശ്യങ്ങളിൽ നിന്ന് വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്ന കാര്യം വ്യക്തമാണ്. ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് അല്ലേ? തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ് ഉണ്ടായത്. തീ ഏകദേശം ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ കഴിയും. ഇത് പഴയ ഒരു കയർ ഫാക്ടറിയാണ്. ഇത് വർഷങ്ങളായി പ്രവർത്തിക്കുന്നില്ല. അതിനുശേഷം ഈ മഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിക്കുന്ന ഒരു യാർഡായി പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 മണിയോടുകൂടിയാണ് ഇവിടെ ഒരു തീ പോയിരുന്ന നാട്ടുകാർ കണ്ടത്. നാട്ടുകാർ എത്തിയപ്പോഴേക്കും തീ ആളിപ്പടർന്നിരുന്നു. ഈ പഴയ കയർ ഫാക്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഒരു ഷെഡിനും തീ പിടിച്ചിട്ടുണ്ട്. എന്തായാലും തീ ഇപ്പോൾ ഫയർഫോഴ്സ് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഈ തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് വ്യക്തമാണോ? കാരണം സംബന്ധിച്ച് ഫയർഫോഴ്സ് അന്വേഷിക്കുന്നുണ്ട്. ഈ ചൂടായത് കാരണം ആ ഭാഗത്ത് തീ പിടിച്ചതായിരിക്കാമെന്ന് കരുതുന്നത്. ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പം തീ സ്വാഭാവികമായി ഏതെങ്കിലും രീതിയിൽ പിടിച്ചതായിരിക്കാമെന്നാണ് നിഗമനം. ശരി, എസ് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. മലപ്പുറം പൊന്നാനിയിൽ നിന്ന് കാണാതായ 3 കുട്ടികൾക്കായുള്ള അന്വേഷണം ഊർജിതം. പൊന്നാനി സിഐയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. കുട്ടികളുടെ കൈവശം പണമോ മൊബൈലോ ഇല്ലെന്നും പൊന്നാനി അല്ലാതെ മറ്റെവിടെയും പോയി പരിചയമില്ലെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു.
എൻ്റെ മോനും പറഞ്ഞിട്ടില്ലേ, കുഞ്ഞുമോനും പറഞ്ഞില്ലേ, സാനിഫ് പിന്നെ നമ്മളായിട്ട് അത്ര ടച്ചില്ലാത്തതിൻ്റെ പേരിൽ അവർ പറഞ്ഞിട്ടില്ല. ഇവരൊന്നും പറയാതാണ് ഇവിടുന്ന് പോയത്. ഒന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എവിടെ പോയി എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലല്ലോ. കാരണം അവർ നമ്മളോട് വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ടൂറ് പോവുകയാണ്. അത് ഓരോ സ്നേഹിതന്മാർ പറഞ്ഞിട്ടുള്ള അറിവാണ്. അവൻ ബാംഗ്ലൂർ പോകും, കുറ്റപ്പുറം പോകും, ഏറുവാടിയിൽ പോകും, അവിടെ പോകും, ഗോവയിൽ പോകും. അപ്പോൾ ഈ 3 ചെറിയ 14 വയസ്സുള്ള 3 ചെക്കന്മാർ ഈ ലോകത്ത് എവിടെയൊക്കെ പോകും? 10 പൈസ കയ്യില്ലാതെ, ഒരു ഐഡൻറ്റിറ്റി കാർഡ് പോലും പോക്കറ്റ് വെക്കാതെ വരെ എവിടെ പോകും? ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു അക്ഷരം മുണ്ടിയിട്ടില്ല. അവൻ പോകുന്നത് നമ്മൾ അറിയൂല. അവനിങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ ബാപ്പാനായിട്ടുമായിട്ടെല്ലാം ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ദർശി പോകാൻ പറഞ്ഞാൽ പോകില്ല, അങ്ങനെയുള്ളൊരു പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നു. അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ അവന് പെട്ടെന്ന് പോയതാണ് കാണുന്നത്. അല്ലാതെ വേറെ നമ്മളിവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഒന്നും എഴുതി വെച്ചിട്ടുമില്ല. ഒന്നും മൊബൈലൊന്നുമില്ല. പൈസ ഉള്ളതൊന്നും അറിയില്ല. പൈസ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. 20 ഉറുപ്പിക ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. 20 ഉറുപ്പിക കൊണ്ടുപോയി, വേറെ പൈസ ഒന്നും കൊണ്ടുപോയിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച മുതലായിരുന്നു ഈ കുട്ടികളെ കാണാതായത്. മറ്റു വാർത്തയിലേക്ക് വരാം. പാലക്കാട് ചാലശ്ശേരിയിൽ വയോധികരായ സഹോദരിമാരെ കാണാതായി. ചാലശ്ശേരി സ്വദേശി അമ്മിണി, അനുജത്തി ശാന്ത എന്നിവരെയാണ് ഞായറാഴ്ച മുതൽ കാണാതായത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയതായിരുന്നു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അമ്മിണിയും ശാന്തയും വൈകിട്ടോടെ പാലക്കാട് KSRTC സ്റ്റാൻഡിൽ എത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ തിരുപ്പതിയിൽ പോയി എന്ന സംശയത്തിൽ പോലീസ് സംഘം തിരുപ്പതിയിലെത്തിയിട്ടുമുണ്ട്. വിലക്കുറവിൽ കന്നുകാലികളെ വാങ്ങി അവയെ കൊന്നുതള്ളി പല തവണ ഇൻഷുറൻസ് കൈക്കലാക്കി ക്ഷീരകർഷകൻ. മലപ്പുറം കുറ്റിപ്പുറം ഇടച്ചലത്താണ് ഈ കൊടും ക്രൂരത. സംഭവത്തിനെതിരെ ക്ഷീരകർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കുറ്റിപ്പുറം എടച്ചലത്താണ് ക്ഷീരകർഷകന്റെ കൊടും ക്രൂരത ശ്രദ്ധയിൽപ്പെട്ടത്. വിലക്കുറവിൽ കന്നുകാലികളെ വാങ്ങി ഭാരതപ്പുഴയിൽ തള്ളുകയാണ് ക്ഷീരകർഷകനായ അഹമ്മദ് കുട്ടിയുടെ പതിവെന്ന് ക്ഷീരകർഷക സംഘം പ്രവർത്തകർ പറയുന്നു. വെള്ളവും ഭക്ഷണവും നൽകാതെ ഇവയെ പുഴയോരത്ത് കെട്ടിയിട്ട് ദിവസങ്ങൾക്ക് ശേഷം ചത്ത കന്നുകാലികളെ വെട്ടിനുറുക്കി തള്ളുന്നതായാണ് പ്രദേശവാസികളായ ക്ഷീരകർഷകർ പറയുന്നത്. അത് 12 ഉറുപ്പ്യ, 15 ഉറുപ്പ്യ, 20 ഉറുപ്പ്യൊക്കെ പശുവിനെടുത്തിട്ട് 70 ഉറുപ്പ്യ, 80 ഉറുപ്പ്യൊക്കെ ഇൻഷൂർ ചെയ്യുക. ഇൻഷൂർ ചെയ്തിട്ട് ഇതാ കണ്ടില്ലെങ്കിൽ ഈ സ്ഥലത്ത് കൊടുത്തിട്ട് ഇതേപോലെ കൊടുത്ത് കെട്ടിയിട്ട് കുറഞ്ഞ കാലം കൊണ്ട് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഇത് ചാവുകയാണ്. ചത്തിട്ട് പിന്നെ ഇൻഷൂറിന് ആളെ കൊടുത്തിട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇതിന് കാശ് മേടിച്ച. ഇതാണ് ഇവന്റെ ഐഡിയ. ഇത്തരത്തിൽ ഇയാൾ 6ഓളം പശുക്കളെയാണ് കൊന്നു തള്ളിയത്. വലിയ തുക ഇൻഷുറൻസ് കൈക്കലാക്കാനാണ് മിണ്ടാപ്രാണികളോട് ഇയാളുടെ ഈ ദ്രോഹം. മൃഗഡോക്ടറുടെ ഒത്താശയോടെയാണ് ഇയാൾ ഇത്തരത്തിൽ ഇൻഷുറൻസ് തുക കൈക്കലാക്കുന്നതെന്നാണ് ആക്ഷേപം. മൃഗഡോക്ടറോട് ഇക്കാര്യം അറിയിച്ചെങ്കിലും ക്ഷീരകർഷകർ പോസ്റ്റ്മോർട്ടം ആവശ്യവുമായി എത്തിയാൽ അത് ചെയ്തു കൊടുക്കുകയല്ലാതെ നിവൃത്തിയില്ലെന്നാണ് പറഞ്ഞതെന്നും സംഭവത്തിനെതിരെ പ്രതിഷേധവുമായി എത്തിയ കർഷകർ പറയുന്നു. ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവിടം വരെ ഡോക്ടർ വന്നുള്ളൂ, ഇവിടുന്ന് ഇറങ്ങിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് ഇറങ്ങാൻ വയ്യ, ഒന്നുകിൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക, ഭാരതപ്പുഴ ഇട്ടിട്ട് എനിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റൂല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണ് പിന്നെ ഇത് സെക്രട്ടറിയോട് ചെന്ന് പറഞ്ഞത്രേ, ഞാൻ ഇത് പീസാക്കി കഷ്ണമാക്കിയിട്ട് അവിടെ കുഴിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ കുഴിച്ചിട്ടിട്ടില്ല. അവൻ ഇത് 3-4 തവണയായിട്ട് 3-4 പ്രാവശ്യമായിട്ട് 3-4 തവണയായിട്ട് അവിടെ ഇവിടെയൊക്കെ പൊന്തയിലിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കുളക്കാട്ടിൽ അംസാക്ക എന്ന് പറഞ്ഞ ഒരാൾ പോത്തിനെ നോക്കാൻ, ബാവാക്ക എന്ന് പറഞ്ഞ ഒരാൾ പോത്തിനെ നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് പോത്തുകൾ ഓടിയപ്പോഴാണ് ഇയാൾ ഇത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ പൈക്കുള്ള തലയും കാലും എടുത്തുടിയിൽ, കുടലും എടുത്തുടിയിലും മറ്റൊടുത്തുടിയിലായിട്ട് അവയവങ്ങളൊക്കെ എടുത്തുടിയിലായിട്ട് ഞങ്ങൾ കാണുന്നത്. മിണ്ടാപ്രാണികളെ പണത്തിനു വേണ്ടി കൊല്ലാക്കൊല ചെയ്യുന്ന ഇയാൾക്കെതിരെ സംഘടിച്ചിരിക്കുകയാണ് ക്ഷീരകർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ. ഈ ക്രൂരപ്രവൃത്തി തടയണമെന്നും ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് ക്ഷീരകർഷകരുടെ ആവശ്യം. ന്യൂസ് 18 തിരൂർ. മാലിന്യ സംസ്കരണത്തിൽ ഹാട്രിക് പുരസ്കാരത്തിന് നിറവിലാണ് പത്തനംതിട്ട നഗരസഭ. മികച്ച ഹരിത നഗരസഭ, ഹരിത നഗരം, ഹരിത സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത്. നൂതനവും ക്രിയാത്മകവുമായ പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ നേട്ടം കരസ്ഥമാക്കിയത്. മികച്ച നഗരസഭ, ഹരിത നഗരം, ഹരിത സ്ഥാപനങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് നേട്ടം. ശാസ്ത്രീയ രീതിയിലെ മാലിന്യ നീക്കവും വഴിയോരങ്ങളിൽ പൂച്ചെടികൾ സ്ഥാപിച്ച് മനോഹരമാക്കുകയും ചെയ്തിരുന്നു. നഗരത്തിലെ പ്രധാന സർക്കാർ ഓഫീസുകളിലെ മാലിന്യം ശേഖരിച്ച് വളമാക്കി മാറ്റി ഹരിതകർമ്മ സേനാംഗങ്ങൾ വിൽപ്പന നടത്തിയതിലൂടെ നഗരസഭയ്ക്ക് വരുമാനവും ലഭിച്ചു. വലിയ ബയോ ബിന്നുകൾ വെച്ചിട്ട് അത് മാറ്റാൻ കഴിയുന്ന ബയോ ബിന്നുകളിൽ ഈ ഭക്ഷ്യ അവശിഷ്ടങ്ങൾ ഓരോ ഓഫീസിലെയും പ്രത്യേകമായി തരംതിരിച്ച് എല്ലാ ദിവസവും നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവിടെ എത്തി അത് ശേഖരിച്ചു കൊണ്ടുവന്ന് വളമാക്കി മാറ്റി. പാം ബയോ എന്ന മുനിസിപ്പാലിറ്റിയുടെ ബ്രാൻഡ് നെയിമിൽ ആ വളം വിൽപ്പന നടത്തി.
മാലിന്യ കൂമ്പാരമായിരുന്ന പത്തനംതിട്ട നഗരം വൃത്തിയാക്കി വിനോദത്തിനും വിശ്രമത്തിനും ടൗൺ സ്ക്വയർ ആക്കിയിരുന്നു. മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് നഗരത്തെ മാലിന്യമുക്തമാക്കാൻ സഹായിച്ചു. ശുചിത്വത്തിന്റെ കാര്യത്തിൽ നഗരസഭ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പുരസ്കാരങ്ങൾക്ക് അർഹമാക്കിയത്. ന്യൂസ് 18 പത്തനംതിട്ട. നൂൽ കൊണ്ട് വിസ്മയം തീർക്കുകയാണ് പാലക്കാട്ടെ ഒരു വിദ്യാർത്ഥി. വിളയൂർ സ്വദേശി ദിൽഷാദാണ് ത്രെഡ് ആർട്ടിൽ വ്യത്യസ്തനാകുന്നത്. പരിചയപ്പെടാം. നെയ്മർ, വിളയൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവരുടെ ചിത്രങ്ങളാണ് ത്രെഡ് ആർട്ടിലൂടെ ദിൽഷാദ് രൂപപ്പെടുത്തിയത്. യൂട്യൂബ് നോക്കിയായിരുന്നു പഠനം. നൂലും ആണിയും കൊണ്ട് ഏറെ നേരം പ്രയത്നിച്ചാണ് ദിൽഷാദ് ഓരോ ചിത്രവും പൂർണ്ണമാക്കുന്നത്. ആർക്കും അതിശയം തോന്നുന്ന ആ കരവിരുത്. പലകയിൽ ആണിയടിച്ച് അതിൽ നൂലുകൾ കോർത്താണ് ചിത്രമൊരുക്കുന്നത്. ത്രെഡ് ആർട്ട് കൂടാതെ കാലിഗ്രാഫിയിലും ദിൽഷാദ് തൽപരനാണ്. ഗ്രാഫിക് ഡിസൈനർ ആവാനാണ് ആഗ്രഹമെന്ന് ദിൽഷാദ്. ഞാൻ യൂട്യൂബ് കണ്ടിട്ടാണ് ഇത് ചെയ്തത്. യൂട്യൂബിൽ M4 അറിയണ യൂട്യൂബർ ചെയ്തത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഇത് ചെയ്തത്. ഇത് ഞാൻ 2-3 നാളെ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്മർ, പിന്നെ ഇവിടുത്തെ ഒരു ഏട്ടനെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നാട്ടുകാരൊക്കെ ഇത് കണ്ടിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. വിളയൂർ എടപ്പാലം PTMO HSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദിൽഷാദ്. വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണ വിജയത്തിന് പിന്നിലെന്ന് ദിൽഷാദ് പറയുന്നു. വിളയൂർ കുപ്പൂത്ത് പാലോളി ഷൗക്കത്ത് മിശ്രിയ ദമ്പതികളുടെ മകനാണ്. ന്യൂസ് 18 പാലക്കാട്. അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ വിധി പറയാനിരിക്കെ കോടതി പരിശോധിച്ചത് പുതുതായി 7 രേഖകൾ. കന്യാകുമാരി ജില്ലാ കളക്ടർ കൈമാറിയ രേഖ ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്തിമ വിധി പറയുക. നേരത്തെയും കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള പ്രതിയുടെ പൂർവ്വചരിത്രം പൂർണ്ണമായും മനസ്സിലാക്കിയുള്ള വിധിയാകും കോടതിയിൽ നിന്ന് ഉണ്ടാവുകയെന്ന് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നു. വധശിക്ഷയാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഈ മാസം 24-നാണ് വിധി പറയുക. പേരൂർക്കട അമ്പലമുക്ക് അലങ്കാര ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരിയായ നെടുമങ്ങാട് സ്വദേശി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള വാദമാണ് പൂർത്തിയായത്. കേസിലെ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ തോവാള സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ പ്രതി. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് ജഡ്ജ് പ്രസൂൺ മോഹനാണ് പ്രതിയെ കുറ്റക്കാരനെന്ന് വിധിച്ചത്. കുറ്റകരമായ വസ്തു കൈയേറ്റം, കൊലപാതകം, കവർച്ച, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ തെളിഞ്ഞത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നുള്ള പ്രോസിക്യൂഷൻ വാദത്തെ തുടർന്ന് പ്രതിയെക്കുറിച്ചുള്ള വിവിധ റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ജില്ലാ കളക്ടറുടെ അടക്കമുള്ള വിവിധ റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ചു. പ്രതി പുറത്തിറങ്ങിയാൽ സമാന കുറ്റകൃത്യം ചെയ്തേക്കാം. കൊടും കുറ്റവാളിയായ രാജേന്ദ്രന് മാനസിക പരിവർത്തന സാധ്യതയില്ലെന്നും ചൂണ്ടിക്കാട്ടി പോലീസ് റിപ്പോർട്ട് നൽകി. പശ്ചാത്താപമുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് പശ്ചാത്താപമില്ലെന്ന മറുപടിയായിരുന്നു പ്രതിയുടേത്. കവർച്ചയ്ക്കായി തമിഴ്നാട്ടിലും കേരളത്തിലും പ്രതി നടത്തിയ 4 കൊലപാതകങ്ങളിൽ 3 പേരും സ്ത്രീകളായിരുന്നുവെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ M സലാഹുദ്ദീൻ വാദിച്ചു. സീരിയൽ കില്ലർ എന്ന നിലയിൽ പ്രതി സമൂഹത്തിന് ഭീഷണിയാണെന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. കേസിൽ ശിക്ഷ 24-ന് വിധി പറയും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി കല്ലാർ കുടുംബാരോഗ്യ കേന്ദ്ര നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. 6 മാസം മുൻപ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയെങ്കിലും ഒരു നിലയുടെ കോൺക്രീറ്റ് ജോലികൾ മാത്രമാണ് പൂർത്തീകരിച്ചത്. മഴക്കാലത്തിന് മുൻപ് കെട്ടിടം പൂർത്തീകരിക്കണമെന്ന ആവശ്യവും ആണ് ഉയരുന്നത്. മഹാപ്രളയത്തിൽ കുത്തിയൊലിച്ചെത്തിയ മലവെള്ളം കെട്ടിടത്തിന് ബലക്ഷയമുണ്ടാക്കി. തുടർന്നാണ് കല്ലാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നടപടിയായത്. താഴെക്കല്ലാറിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവും തുടങ്ങി. 6 മാസം പിന്നിട്ടിട്ടും ഒരു നിലയുടെ കോൺക്രീറ്റ് ജോലികൾ മാത്രമാണ് പൂർത്തിയായത്. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുമ്പോഴും ആരോഗ്യവകുപ്പ് കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം. അതേസമയം നിർമ്മാണ സ്ഥലത്ത് വേനൽ മഴയിൽ മണ്ണൊലിച്ചു പോയതും തുടർ നടപടിക്ക് തടസ്സമായെന്ന് പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ പറയുന്നു. ഇപ്പോൾ ഏകദേശം ഒരു നിലയുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഈ മഴ ഉണ്ടായപ്പോൾ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾ വന്ന് കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെയും പഞ്ചായത്ത് അതിവേഗം തന്നെ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ മണ്ണ് മാറ്റി അധികമായി ഒരു റിട്ടേൺ വാൾ കെട്ടുന്നതിന് വേണ്ടിയുള്ള പണം പഞ്ചായത്ത് ഫണ്ടിൽ തനത് ഫണ്ടിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സെപ്റ്റംബർ മാസത്തോടുകൂടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ 1,60,00,000 രൂപയും പള്ളിവാസൽ പഞ്ചായത്തിന്റെ 37 ലക്ഷം രൂപയും വകയിരുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. തോട്ടം മേഖല ഉൾപ്പെടെ പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് കല്ലാറിലേത്. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ.
മഴക്കാലത്തിന് മുൻപ് കെട്ടിടം പൂർത്തീകരിക്കാനുള്ള ഇടപെടലാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തിയിട്ടും തിരുവനന്തപുരം ഈഞ്ചക്കൽ വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘം തുറന്നു പ്രവർത്തിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നിക്ഷേപകർ. കഴിഞ്ഞ 4 മാസമായി സംഘം പൂട്ടിക്കിടക്കുകയാണ്. ബിജെപി ബന്ധമുള്ളവരാണ് സഹകരണ സ്ഥാപനത്തിന്റെ തലപ്പത്തുള്ളതെന്ന് നിക്ഷേപകർ പറയുന്നു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. 54 കോടിയുടെ തട്ടിപ്പ് നടന്ന സ്ഥാപനത്തിൽ 4 മാസം മുൻപ് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം മാത്രമാണ് അഡ്മിനിസ്ട്രേറ്റർ എത്തി ഓഫീസ് തുറന്നത്. അതും ഓഫീസ് മറ്റൊരു പൂട്ടിട്ട് പൂട്ടാൻ വേണ്ടിയായിരുന്നുവെന്ന് നിക്ഷേപകർ ആരോപിക്കുന്നു. പ്രസിഡന്റ് കെ വിജയകുമാർ ഉൾപ്പെടെ കേസിൽ നേരത്തെ റിമാൻഡിലായിരുന്നു. ബാങ്കിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരും ജീവനക്കാരും കളക്ഷൻ ഏജന്റുമാരും ചേർന്ന് പണം തട്ടിയെന്നാണ് ആരോപണം. 21 ലക്ഷം നമ്മൾ 2013 ശേഷം കൊണ്ടിട്ട് 21 ലക്ഷം രൂപ കൊണ്ടിട്ട് നമ്മൾ 2019 ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയി. 2019 കഴിഞ്ഞപ്പോൾ അവർ 20 ആകുമ്പോൾ തരാം. 20 ക്ലോസ് ചെയ്യാൻ അവർ കോവിഡിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു. 21 22 തന്നില്ല. 22 അവസാനവും 23 പറഞ്ഞു. ഇപ്പം കുറച്ച് പ്രതിസന്ധിയിലാണ്. ആൾക്കാർ ലോൺ എടുത്തുകൊണ്ടിരിക്കുന്നത്. റിക്കവറി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. റിക്കവറി നടന്നു പറഞ്ഞാൽ നിങ്ങളെ പൈസ തരാം. പിന്നെ അവന്മാർ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു. 2024 ഡിസംബർ അവസാനമൊക്കെ ഇപ്പോൾ ആൾക്കാർ എഫ്ഐആർ ഇട്ടനുസരിച്ച് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും. 4 പേരെ അറസ്റ്റ് ചെയ്യും. അവരെല്ലാം ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്യും. മൊത്തം 54 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. സംഘം തുറന്ന് പ്രവർത്തിക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റർ തയ്യാറാകുക, നിക്ഷേപം തിരികെ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്രതിഷേധം നടന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കാലതാമസം ഉണ്ടാകരുതെന്നും സഹകരണ വകുപ്പ് ഊർജിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിക്ഷേപകർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും. 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. ജാമ്യാപേക്ഷയിൽ അവധിക്കാല ബെഞ്ച് പ്രോസിക്യൂഷന്റെ വിശദീകരണം തേടി. കുട്ടികളെ കോടതിയിൽ ഹാജരാക്കുന്നതിൽ മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമേ കുട്ടികളെ കോടതിയിൽ എത്തിക്കാവൂ. കുട്ടികളുടെ അന്തസ്സും സ്വകാര്യതയും മാനിക്കണമെന്നും ഹൈക്കോടതി. കോടതി നടപടികൾ അവസാനിക്കും വരെ കുട്ടികൾ കാത്തിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കരുത്. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായാണ് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം. വിമാനത്താവളത്തിൽ ഡ്യൂട്ടി അടയ്ക്കാൻ പറഞ്ഞതിന് 15 പവൻ സ്വർണം വലിച്ചെറിഞ്ഞ യാത്രക്കാരി. കൈവശമുണ്ടായിരുന്ന ഗുളികകൾ പുറത്തെടുത്ത് യുവതി ആത്മഹത്യാ ഭീഷണി മുഴക്കി. ദുബായിൽ നിന്നെത്തിയ കൊല്ലം സ്വദേശിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. കൊല്ലം സ്വദേശിയുടെ പക്കലുണ്ടായിരുന്ന 15 പവൻ സ്വർണ്ണാഭരണത്തിന് 36% ഡ്യൂട്ടി അടയ്ക്കണമെന്നാവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണം. ഇവയെല്ലാം താൻ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണാഭരണമായിരുന്നുവെന്നായിരുന്നു സ്ത്രീയുടെ വാദം. നാട്ടിൽ നിന്നും ദുബായിലുള്ള ബന്ധുക്കളുടെ അടുത്തേക്ക് പോയപ്പോൾ ആഭരണം അണിഞ്ഞാണ് പോയത്. അതിനാൽ ഡ്യൂട്ടി കൊടുക്കാൻ കഴിയില്ലെന്നും ഇവർ വാദിച്ചു. വിസിറ്റിംഗ് വിസയിലായിരുന്നു ഇവരുടെ ദുബായ് യാത്ര. അതേസമയം വിദേശത്ത് പോയപ്പോൾ സ്വർണമുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്ന രേഖകളില്ലാത്തതിനാൽ നികുതി അടയ്ക്കണമെന്ന് കസ്റ്റംസ് ആവശ്യപ്പെട്ടു. 6 മാസത്തിൽ കൂടുതൽ വിദേശത്ത് തങ്ങാത്തതിനാൽ സ്വർണത്തിന് 2 ലക്ഷത്തിൽ കൂടുതൽ രൂപ നികുതിയായി നൽകണമെന്ന് കസ്റ്റംസ് പറഞ്ഞു. ഇതോടെ സ്ത്രീ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി തർക്കിക്കുകയും ആഭരണങ്ങൾ വലിച്ചൂരി ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് എറിയുകയുമായിരുന്നു. കൈവശമുണ്ടായിരുന്ന ഗുളികകൾ കാണിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. നികുതി അടയ്ക്കണമെന്ന നിലപാടിൽ ഉദ്യോഗസ്ഥർ ഉറച്ചുനിന്നതോടെ സ്വർണം കൈപ്പറ്റാതെ കൊല്ലം സ്വദേശി പുറത്തേക്കിറങ്ങി പോവുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം പുനലൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം കാട് കയറിയതോടെ ഇഴജന്തുക്കളുടെ ശല്യവും കൂടി. കഴിഞ്ഞ ദിവസം പുനലൂരിൽ വന്നിറങ്ങിയ 13 വയസ്സുകാരിയെ അണലി കടിച്ചിരുന്നു. ദിവസവും 100 കണക്കിന് ആളുകൾ വന്നുപോകുന്ന റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ കൊല്ലം എക്മോർ ട്രെയിൻ പുനലൂരിലെത്തിയപ്പോൾ ഒരു 13 വയസ്സുകാരിക്ക് പാമ്പുകടിയേറ്റു. പുലർച്ചെ 5:30ക്കാണ് സംഭവം. പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെ ഈ ഭാഗത്ത് വെച്ചാണ് കുട്ടിക്ക് പാമ്പുകടിയേക്കുന്നത്. ഈ കാടും ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇവിടേക്ക് വീണ് കിടക്കുകയായിരുന്നു. ഈ ട്രെയിനിൽ വന്ന് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നടന്നു വരുന്ന വഴിക്ക് ഇവിടെ വെച്ചാണ് കുട്ടിക്ക് പാമ്പുകടിയേക്കുന്നത്. കണ്ടുനിന്ന ആൾക്കാർ ആരൊക്കെയോ വന്ന പാമ്പിനെ തല്ലിക്കൊന്നു. അണലി വർഗത്തിൽപ്പെട്ട ഒരു പാമ്പാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കുട്ടിയെ നമ്മൾ ഇവിടെ നിന്നവരും റെയിൽവേ പോലീസും എല്ലാം കൊണ്ട് ചേർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ICUവിൽ അടിയന്തരമായി പ്രവേശിക്കുകയും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് അയക്കുകയും ചെയ്തു. അപകടനില തരണം ചെയ്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ പുനലൂർ റെയിൽവേ സ്റ്റേഷന്റെ സ്ഥിതി വളരെ ശോചനീയമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ കാട് ഇവിടെ തുടർന്ന് പണി നടക്കുന്നുണ്ടെങ്കിലും കാടുകൾ പൂർണ്ണമായും കാടുകൾ മൂടിക്കിടക്കുകയാണ്. സ്ത്രീകളുടെ ഒരു ടോയ്ലറ്റ് ബ്ലോക്കാണ് അടച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് ടോയ്ലറ്റ് ബ്ലോക്കുകളും അതുപോലുള്ള വളരെ മോശമായ സ്ഥിതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അധികൃതരുടെ ഒരു ശ്രദ്ധയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഈ ടോയ്ലറ്റ് ബ്ലോക്കൊക്കെ തുറന്നിട്ട് മാസങ്ങൾ തന്നെയായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ക്യാമറ കൊടുത്തൂടെ അടുത്തോട്ടൊന്ന് വന്ന് കാണിക്കുമെങ്കിൽ നമുക്കിത് ആ സ്ഥിതി പൂർണ്ണമായും ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയ്ക്ക് കാട് വളർന്ന് കിടക്കുകയാണ്. തൊട്ട് പുറകിലെല്ലാം ഇഴജന്തുക്കളുള്ളതാണ്. ഈ ടോയ്ലറ്റ് ബ്ലോക്കൊക്കെ തുറന്നിട്ട് തന്നെ മാസങ്ങളായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതാ ഈ 2 ട്രാക്കുകളിലും ഇരുവശവും കാട് മൂടിക്കിടക്കുന്നത് കൂടാതെ ഈ റെയിൽവേ ട്രാക്കിൽ സാധാരണ ഒരു ട്രെയിൻ വന്നു പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലീനിങ് സ്റ്റാഫുകൾ ഇവിടെ എത്തി അത് ശുചീകരിക്കുന്ന ഒരു നിലപാട് നമ്മൾ മറ്റ് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും കാണുന്നുണ്ട്. അതുപോലെ സുരക്ഷയുടെ ഭാഗമായി ഉള്ള ഒരു സംവിധാനമാണ്. പക്ഷേ നമ്മുടെ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ മാസങ്ങളായുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ഇവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ പാമ്പ് കടിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുവാനും അത് അത്യാവശ്യം ഇവിടെ ഓഫീസിൽ അവരൊരു പ്രതിഷേധം രേഖപ്പെടുത്തുവാനുമായിട്ട് AIYFന്റെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടുത്തെ ഒരു ജീവനക്കാരും ഇവിടെ ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്. ഇവിടെ ഞങ്ങൾ രാവിലെ ഈ പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ട് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഉത്തരവാദിത്തപ്പെട്ട ഈ സംവിധാനങ്ങൾ നോക്കി നടത്തേണ്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ അടക്കം മുകളിൽ ഇതിൻ്റെ ട്രാക്ക് ക്ലീനിങ് സംവിധാനം അടക്കം ചെയ്യേണ്ട എനിക്ക് തോന്നുന്നു ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇങ്ങ് പുനലൂരിൻ്റെ ഒരു പുനലൂർ മുഴുവൻ ക്ലീനിങ് സ്റ്റാഫുകൾ പോലും അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഈ റെയിൽവേ സ്റ്റേഷനുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ട്രാക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു ട്രെയിൻ അല്ലെങ്കിൽ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ആ ട്രാക്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം നടത്തിയിട്ടുണ്ട്. ആ മാലിന്യങ്ങൾ പോലും ക്ലീൻ ചെയ്തുകൊണ്ട് പോകുവാനുള്ള സംവിധാനം പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതെല്ലാം നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. എനിക്ക് തോന്നുന്നു വർഷങ്ങളായി ഇതിൻ്റെ സംവിധാനങ്ങൾ പരിശോധിക്കപ്പെടേണ്ട മെയിനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ വലിയ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഈ സംവിധാനവുമായി യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വർഷക്കാലമായി ഉള്ള വേസ്റ്റുകൾ ഈ ട്രാക്കിൽ തന്നെ കിടക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു. ഇവിടെ ഒരു അപകടം സംഭവിച്ചു. ഒരു കുട്ടിക്ക് പാമ്പ് കടി ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് വലിയ അവസ്ഥയിലാണ് ആ കുട്ടി ഇപ്പം നിലവിലുള്ളത്. അത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നു. അതിനെ അടക്കം എങ്ങനെയാണ് ആ വിഷയത്തിലടക്കം റെയിൽവേ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അത് ചോദിക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഇല്ല, അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാരും ഇല്ല. അതിന്റെ ആ കുട്ടിയുടെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേ ഏത് നടപടിയാണ് റെയിൽവേ സ്വീകരിക്കുന്നത്? അവരുടെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമ്പോൾ റെയിൽവേക്ക് അതിനകത്ത് എന്താണ് ഉത്തരവാദിത്വം എന്നുകൂടി അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എന്നാൽ അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാരും ഇവിടെ ഇല്ലാത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. വളരെ ആശങ്ക നിറഞ്ഞ ഒരു ചോദ്യമാണ് പൊതുപ്രവർത്തകരായി ഉന്നയിച്ചത്. അത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. റെയിൽവേയിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന് എന്ത് സുരക്ഷയാണ് റെയിൽവേക്ക് ഒരുക്കാൻ സാധിക്കുന്നത്? മനോജ് ഒപ്പുകുട്ടൻ, ന്യൂസ് 18, പുനലൂർ. തിരുവനന്തപുരം ബാലരാമപുരം മുക്കംപാലം മൂട്ടിൽ തടി മില്ലിന് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം. ഇന്ന് രാവിലെയാണ് മില്ലിന് തീപിടിച്ചത്. 15 ലക്ഷം രൂപയിലേറെ നാശനഷ്ടമുണ്ടായെന്ന് പ്രാഥമിക നിഗമനം. അനിൽകുമാർ എന്നയാളുടേതാണ് മില്ല്. ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സൊസൈറ്റിയിലെ കൊടുക്കാം. നിങ്ങളാണ് നിങ്ങളല്ലേ, ഇത് നമ്മളാണല്ലേ. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,290, പവന് 74,320. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,690, പവന് 61,520. വെള്ളി ഗ്രാമിന് 109, കിലോയ്ക്ക് 1,09,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.